കോയമ്പത്തൂർ വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടിയും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പോയത്. അപ്പം ഓൺ ദ വേ പാലക്കാട് വെച്ച് പെട്ടെന്ന് ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ വന്ന് വണ്ടി മെസ്സേജ് ഒന്ന് സൈഡിലേക്ക് ആക്കാൻ പറഞ്ഞ് ഞങ്ങൾ സൈഡാക്കി വണ്ടി. 5 EV ഫുൾ ഓപ്ഷൻ ലോങ് റേഞ്ച് ഉള്ള ഒരു കസ്റ്റമർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ലോങ് പോയ സമയത്ത് വണ്ടിയിൽ ഹീറ്റിംഗ് ഇഷ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വണ്ടി ടോ ചെയ്ത് ഷോറൂമിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ ആ ഒരു പ്രോബ്ലം പരിഹരിച്ചത്. സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായതെന്നാണ് ബ്രോ പറയുന്നത്. ആലപ്പുഴയുള്ള ബിനു ബ്രോയ്ക്കാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ബ്രോയോട് തന്നെ ചോദിക്കാം. ഈ കാണുന്ന വണ്ടി ഏപ്രിൽ 7-ാം തീയതി ശ്രീ ഗോകുലം മോട്ടോഴ്സിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ഇത് ടാറ്റയുടെ പഞ്ച് EV എന്ന് പറഞ്ഞ ടോപ്പ് ആൻഡ് വേരിയൻ്റാണ് അവരുടെ. അതിനുശേഷം ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ചെയ്യണത് 17-ാം തീയതി ഏപ്രിലിൽ തന്നെയാണ്. അതേ മാസം തന്നെ 17-ാം തീയതിയാണ് ചെയ്യണത്. അവർ ആ പടം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ വാട്ടർ സർവീസും ലൂബിൻ്റെ എന്തോ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ വൈപ്പറിൽ വെള്ളം ഫില്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞതിന് ശേഷമാണ് അതുപോലും ചെയ്യണത്. പിന്നെ അതിനുശേഷം 24-ാം തീയതി ഞാൻ ഈ വണ്ടിയും കൊണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലോ, അപ്പം കോയമ്പത്തൂർ വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടിയും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പോയത്. അപ്പം ഓൺ ദ വേ പാലക്കാട് വെച്ച് പെട്ടെന്ന് ഓവർ ഹീറ്റ് എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ വന്ന് വണ്ടി മെസ്സേജ് ഒന്ന് സൈഡിലേക്ക് ആക്കാൻ പറഞ്ഞ് ഞങ്ങൾ സൈഡാക്കി വണ്ടി. ആക്കി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ 25-ാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ട് അന്ന് ഈ പറഞ്ഞ KVR എന്ന് പറഞ്ഞ പാലക്കാട് സർവീസ് സെൻറ്റർ ഓഫാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാം, വണ്ടി അവിടെ ഇട്ടിട്ട് പോവാം. ഇത് എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. എന്നിട്ട് 3 ദിവസത്തോളം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. കാരണം 26-ാം തീയതിയാണ് അവർ വണ്ടി നോക്കുന്നത്. 9:30 വണ്ടി നോക്കി, ഉച്ചയ്ക്ക് 2 മണി കൊണ്ടായപ്പം വണ്ടി കിട്ടി അവിടെ നിന്ന്. എന്നിട്ട് ഇവരോട് ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയണതെന്ന് വെച്ചാൽ വണ്ടിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നം വന്നതെന്നുള്ള രീതിയിൽ. അല്ലാതെ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ട സർവീസ് അവർ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞു. ഈ ശ്രീ ഗോകുലം മോട്ടോഴ്സിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് വണ്ടി വഴി കിടക്കേണ്ടി വന്നത്. എന്ന് വെച്ചാൽ ഈ 1 മാസം പോലും തികയാത്ത വണ്ടി, എന്ന് വെച്ചാൽ ഒരു 10-20 ദിവസം വല്ലതും ആയി കാണും, 25-20 ദിവസത്തിനുള്ളിൽ ആയിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇവരോട് ഈ ശ്രീ ഗോകുലം മോട്ടോഴ്സിൽ അവരെ വിളിച്ച് ഞാൻ ഇങ്ങനെ ആണ് കാര്യം, നിങ്ങൾ സർവീസ് ചെയ്യാത്തതുകൊണ്ടാണ്, മര്യാദയ്ക്ക് സർവീസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോൾ അവർ അങ്ങനെ ചെയ്യണമെന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. അതങ്ങനെ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ വഴി കിടക്കാം. ഒരു വഴി കിടക്കുന്ന കസ്റ്റമറിൻ്റെ വിധിയാണ്, കാരണം ഇവരുടെ വണ്ടിയാണല്ലോ നമ്മൾ എടുത്തത്. അങ്ങനെയുള്ള റെസ്പോൺസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു 14,000 രൂപയോളം എനിക്ക് അവിടെ 3 ദിവസം നിന്നപ്പോൾ ഫുഡും എല്ലാം കൂടെ എനിക്ക് ചിലവായി. അപ്പോൾ ഇവർ പറയണ ബില്ലുള്ള സാധനം കൊണ്ടുപോവാ, അതിൻ്റെ പൈസ തരാൻ നോക്കാം, ആ രീതിയിൽ വർത്തമാനമാണ്. എന്നുവെച്ചാൽ ഇവരുടെ സൈഡിൽ തെറ്റാണെന്ന് ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ കാരണമാണ് ഇങ്ങനെ വഴി കിടക്കേണ്ടി വന്നത്. എന്നാൽ അതിൻ്റെ നമ്മൾ പോയ ദിവസത്തെക്കുറിച്ച് നമ്മൾ ഈ കണ്ട വഴിയിൽ കടന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടോ അതൊന്നും ഇവരോട് നമ്മൾ പറയണില്ല. നമ്മൾ ചിലവാക്കിയ പൈസ മാത്രമേ ചോദിക്കണം. അതുപോലും തരാൻ വില്ലിങ് അല്ലാത്ത ആൾക്കാരാണ് ഈ ടാറ്റ ശ്രീ ഗോകുലം മോട്ടോഴ്സിലെ ആൾക്കാർ. അപ്പോൾ നിങ്ങൾ വല്ല എടുക്കുവാണെങ്കിൽ നല്ല കമ്പനിയുടെ വല്ല വണ്ടിയും എടുക്കുക. കാരണം ഈ വണ്ടി നല്ലതാണ്, പവറുണ്ട്, പക്ഷേ സർവീസ് മര്യാദയ്ക്കല്ല, സർവീസ് ഇല്ല മര്യാദയ്ക്ക്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഈ പറഞ്ഞിടുന്ന് വണ്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മര്യാദയ്ക്ക് സർവീസ് ചെയ്തായിരുന്നെങ്കിൽ ഒന്നാമത്തെ കേസ് വഴി കിടക്കേണ്ട കാര്യം, ഈ 17 ലക്ഷം രൂപയ്ക്കൊക്കെ കൊടുത്താൽ നല്ല വണ്ടി കിട്ടും, നല്ല കമ്പനിയുടെ. ഇപ്പോൾ MGയുടെ ഒക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ പൂട്ട് പൂജിക്കണം, അമ്മാതിരി നല്ല കമ്പനിയൊക്കെയാണ്. ഇത് പുതിയ ഡിസൈനൊക്കെ വരുന്നത് കേട്ടോ വണ്ടിയുടെ അകത്ത്. ഇത് ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ സെൻട്രലൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത്. വണ്ടി ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ തന്നെ ഇന്നലത്തെ മറ്റേ കംപ്ലൈന്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം വന്ന് കിടക്കുന്നത്, ഈ ബ്രേക്ക് സ്റ്റാർട്ടാക്കുന്നതിന്റെ ചവിട്ടുന്നതിന്റെ പടം ഇതുണ്ടോ, അത് എന്ത് സാധനം, ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ കണ്ടിന്യൂസ് വന്ന് കിടക്കും. അപ്പൊ ഇതാണ് ടാറ്റ പഞ്ച് EV ലോങ് റേഞ്ച് ഉണ്ടായ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഞ്ച് ഓൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വണ്ടി എടുക്കുന്ന ആൾക്കാർ പ്രോപ്പറായിട്ട് സർവീസിനെ പറ്റിയോ വണ്ടിയെ പറ്റിയോ ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പോയി വണ്ടി എടുക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു ഇഷ്യൂ. അപ്പോൾ ഓൾറെഡി കുറെ ആൾക്കാർ ചെറിയ ചെറിയ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില പ്രോബ്ലംസ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളും ഉണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ പഞ്ച് EV എടുത്ത ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.